മുംബൈയിലെ KEM ആശുപത്രിയിലെ രോഗികളുടെ ഫയൽ ഫോൾഡർ ഉപയോഗിച്ച് പേപ്പർ പ്ലേറ്റ് നിർമ്മിച്ചു. രോഗികളുടെ പേരും മെഡിക്കൽ നടപടികളും എഴുതിയ പേപ്പർ പ്ലേറ്റുകളാണ് വിപണിയിലെത്തിയത്. ഫയലുകൾ ആക്രിക്കാരന് വിറ്റതാണെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈയിലെ വെള്ളക്കെട്ടൊക്കെ ഇറങ്ങിയോ? മഴ എങ്ങനെ? പറയൂ ഈ പേപ്പർ പ്ലേറ്റിൻ്റെ കാര്യം. SKN അർദ്ധരാത്രി കനത്ത മഴയാണ് മുംബൈയിൽ പെയ്തത്. പലയിടത്തും ശരാശരി 300 മില്ലിമീറ്ററിലധികം മഴ, അതായത് അതിതീവ്ര മഴ പെയ്തു. പലയിടത്തും ഇപ്പോൾ വെള്ളം അല്പം കുറവുണ്ട്, വെള്ളക്കെട്ട് കുറവുണ്ട്, വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം 7 മണിക്ക് ശേഷം കാര്യമായ മഴ എവിടെയും അങ്ങനെ പെയ്യുന്നില്ല. ഈ വാർത്തയിലേക്ക് വന്നാൽ, മുംബൈയിൽ കഴിഞ്ഞ ദിവസം പേപ്പർ പ്ലേറ്റ് വാങ്ങിയ ചിലരാണ് അതിലെ വിവരങ്ങൾ കണ്ട് ഞെട്ടിയത്. രോഗികളുടെ പേര്, അവർ നടത്തുന്ന ചികിത്സ, പ്രൊസീജിയർ, സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊക്കെ എഴുതിയ വിവരങ്ങൾ പേപ്പർ പ്ലേറ്റിൽ കണ്ടു. മുൻ മേയർ കിഷോരിലാൽ പട്നേക്കർ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുകയും വലിയ നാണക്കേടുണ്ടാകുന്ന സംഭവത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് KEM ആശുപത്രിയുടെ വിശദീകരണം ഇങ്ങനെയാണ്: രോഗികളുടെ ഫയൽ ഫോൾഡറുകൾ പഴയതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു, അത് പിന്നീട് ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കുകയായിരുന്നു. എന്നാൽ ഇതിലെ വിവരങ്ങൾ മായ്ച്ചു കളയാൻ വിട്ടുപോയി, അതാണ് ഇത്തരത്തിൽ പേപ്പർ പ്ലേറ്റുകളായി മാറി വന്നത് എന്നതാണ് അവരുടെ വിശദീകരണം. മുംബൈ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ആശുപത്രിയാണ് ഈ KEM. അതുകൊണ്ട് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 6 ഉദ്യോഗസ്ഥർക്കാണ് നോട്ടീസ് നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. അതിലൊരു മറുപടി കിട്ടിയ ശേഷമായിരിക്കും ഇതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നറിയുക. ഏതായാലും വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. രോഗികളുടെ വിവരങ്ങൾ അതെന്ത് തന്നെയായാലും പുറത്തു പോകുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല. അത്തരമൊരു വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യം വ്യക്തമായി. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.